അടുത്തത് ഇതേപോലെ തന്നെയുള്ള പ്രോബ്ലമാണ്. പക്ഷേ ഇവിടെ ഒന്നിലധികം ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഇല്ല കേട്ടോ. ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഇപ്പോൾ 2 ഉണ്ട്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, അത് മാക്സിമൈസ് ചെയ്യാനാണ്. ചിലപ്പോൾ മിനിമൈസ് ചെയ്യാനും നമുക്ക് ചെയ്യാം. ഒരേ പ്രോബ്ലം തന്നെ ഉപയോഗിക്കാം നമുക്ക്. കാരണം നമ്മൾ നേരത്തെ കണ്ടല്ലോ, മിനിമം വരുന്ന പോയിന്റ് നമുക്ക് പറയാൻ പറ്റും ഒരേ പ്രോബ്ലത്തിൽ തന്നെ. അപ്പോൾ 2 ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. 2 ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇതിന് ലഗ്രാഞ്ച് ഫംഗ്ഷൻ എങ്ങനെ എടുക്കുക? ആദ്യം f(x, y) പിന്നെ മൈനസ് മ്യൂ എന്ന് എടുത്താൽ പോരാ, 2 ഇല്ല. അപ്പം ഇതിന് μ1, ഇതിന് μ2. മൈനസ് നടണം എന്തായാലും. മൈനസ് μ1 ഇൻറ്റു h1(x, y) മൈനസ് e1 ആണ് ആദ്യത്തെ. പിന്നെ മൈനസ് μ2 ഇൻറ്റു ഇതിനെങ്ങനെ എഴുതുക? h2(x, y) മൈനസ് e2. ഇങ്ങനെയാണ് L എഴുതുക. അറിയാലോ L എഴുതുന്നത് എങ്ങനെയാണ്? നേരത്തെ 1 മാത്രമേ ഉള്ളായിരുന്നു ഇക്വാലിറ്റി കൺസ്ട്രെയിൻ, അതുകൊണ്ട് ആ മ്യൂ മാത്രം എടുത്ത് ഇവിടെ μ1 ഉം μ2 എടുക്കും. അപ്പോൾ എക്സ്ട്രാ 4 വന്നു. എക്സും വൈയും ഉണ്ട്, μ1 ഉം μ2. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ∂L/∂x 0, ∂L/∂y 0, ∂L/∂μ1 0, ∂L/∂μ2 0, ഇങ്ങനെ 4 ഇക്വേഷൻ ഉണ്ടാവും. ഈ 4 സോൾവ് ചെയ്തിട്ട് എക്സും വൈയും μ1 ഉം μ2 കണ്ടുപിടിക്കുക. എക്സും വൈയും കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ ചെക്ക് ദ സൊല്യൂഷൻ പോയിൻറ്റ്സ് എക്സ് വൈ μ1 μ2 വിച്ച് മാക്സിമൈസ് ദ ഫംഗ്ഷൻ. ഇതാണ് 3 സ്റ്റെപ്പ്. അപ്പോൾ നേരത്തെ പ്രോബ്ലം അതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇവിടെ നേരത്തെ 1 ഉള്ളായിരുന്നു ഇക്വാലിറ്റി കൺസ്ട്രെയിൻ, അപ്പം μ ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ 2 ഉള്ളതുകൊണ്ട് μ1 μ2 വേറെ ഇടണം. അപ്പോൾ L ഫോം ചെയ്യുന്നത് ഷുവറായിട്ട് അറിയണം. L ഫോം ചെയ്ത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ തരത്തിലുള്ള 2 ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് വരുന്നത് 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും. അപ്പോൾ L മാത്രം എഴുതിയാൽ തന്നെ 2 മാർക്ക് കിട്ടും. 2 ചിലപ്പോൾ 3 തന്നെ തരും. പാസ്സാക്കാൻ വേണ്ടി മിനിമം കിട്ടുന്നില്ല, ചിലപ്പോൾ 3 തന്നിട്ട് പാസ്സാക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഈ സ്റ്റെപ്പ് കൂടി എഴുതിയാൽ, ഈ 4 ഇക്വേഷൻ കൂടി എഴുതിയാൽ വീണ്ടും മാർക്ക് കൂടി, 1 മാർക്ക് കൂടി എക്സ്ട്രാ കൂടി. പിന്നെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ച് ആൻസറിലെത്തിയ ഫുൾ മാർക്ക് കിട്ടും. ഇനി സോൾവ് ചെയ്യാൻ പ്രയാസമാണെങ്കിലും നിങ്ങൾക്ക് ഏകദേശം 6ൽ 4 മാർക്ക് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് എന്തായാലും പഠിക്കണം എന്ന് പറയുന്നത്. എന്തായാലും പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ആ തരത്തിലുള്ളൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. അതിന് മുൻപേ ചിലപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ലഗ്രാഞ്ച് ഫംഗ്ഷൻ മാത്രം എഴുതാൻ, സോൾവ് ചെയ്യാനൊന്നുമില്ല, L മാത്രം എഴുതാൻ ചോദിക്കും. റൈറ്റ് ദ ലഗ്രാഞ്ച് ഫംഗ്ഷൻ ഫോർ ദ പ്രോബ്ലം, മാക്സിമൈസ് ദി ഫംഗ്ഷൻ സബ്ജക്റ്റ് ടു 2 ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇതിന് μ1 കൊടുക്കും, ഇതിന് μ2 കൊടുക്കും. ഇതിങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ എക്സ് വൈ ഉണ്ടോ, മൈനസ് μ1 ഇൻറ്റു ഇത് x² + y² മൈനസ് 16 ബ്രാക്കറ്റിലിടുക, മൈനസ് μ2 ഇൻറ്റു ഇതെന്നായിരിക്കും xy മൈനസ് 4 ബ്രാക്കറ്റിലിടുക. ഇതാണ് ഇതിൻ്റെ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. ഇത് ചിലപ്പോൾ 3 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കൂ. ഇതിൽ 2 ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ എലിപ്സ് എന്നാണ് പറയുന്നത്. ഇതൊരു പ്രോബ്ലമാണ്, ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു എലിപ്സ്, ഞാനിപ്പോൾ ഒരു എലിപ്സ് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു എലിപ്സ്, ഒറിജിൻ ഇതാണ്, XY ആക്സിസ് വരച്ച ഒറിജിൻ. ഇതിൽ നിന്ന് ഈ എലിപ്സിലേക്കുള്ള മാക്സിമം ദൂരം ഇതായിരിക്കും, മിനിമം ദൂരം ഇപ്പോൾ ഇതായിരിക്കും. ആ 2 ഡിസ്റ്റൻസ് കാണാനാണ് പറയുന്നത്. അപ്പോൾ ഏത് പോയിന്റിലേക്കാണ് മാക്സിമം കിട്ടുക, ഏത് പോയിന്റിലേക്കാണ് മിനിമം കിട്ടുക, 2 പോയിന്റിലേക്ക് കണ്ടു. അപ്പോൾ എന്താണ് ഈ ഡിസ്റ്റൻസാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യുന്നത്, അതുപോലെ ഈ ഡിസ്റ്റൻസാണ് മിനിമൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് പോയിൻ്റാണ് നമുക്കറിയില്ല. ആ പോയിൻ്റ് നമ്മൾ XY എന്ന് വിചാരിക്കുക. ഇതിൽ ഏത് പോയിൻ്റ് ആവാനോ, അപ്പോൾ അത് ഏതൊക്കെ ഒരു XY, ഇവിടെ ഒരു XY, ഇവിടെ ഒരു XY. ഈ ഇവിടുത്തെ XY ആണെങ്കിൽ ചിലപ്പോൾ ആ ഡിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും, ഇവിടുത്തെ XY ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് മിനിമം ആയിരിക്കും. എന്തായാലും നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ O00 ഒറിജിൻ ടു PXY ഓൺ എലിപ്സ്, ആ പോയിൻ്റ് എലിപ്സിലാണ്. അങ്ങനെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണാൻ? 2 പോയിൻ്റ് നമ്മൾ ഡിസ്റ്റൻസ് കാണാൻ നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് അല്ലേ, ഇത് തമ്മിൽ ഡിഫറൻസ്, എക്സ് തമ്മിൽ ഡിഫറൻസ് സ്ക്വയർ പ്ലസ് വൈ തമ്മിൽ ഡിഫറൻസ് സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് x - 0² പ്ലസ് y - 0², അല്ലെങ്കിൽ റൂട്ട് ഓഫ് x² + y². ഇതാണ് ഡിസ്റ്റൻസ്, ശരിക്കുള്ള ഡിസ്റ്റൻസ്. ഇതാണ് നമുക്ക് മാക്സിമം ഏതാണ് മിനിമം ഏതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ റൂട്ടുള്ളൊരു ഫംഗ്ഷനെ നമുക്ക് മാക്സിമൈസ് ചെയ്യാനോ മിനിമൈസ് ചെയ്യാൻ കൊടുത്താൽ ബുദ്ധിമുട്ടാണ്. കാരണം റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് കാണാനൊക്കെ പ്രയാസം. അതുകൊണ്ട് ഇതിന് പകരം റൂട്ട് ഉള്ളിലുള്ളത് മാത്രം മാക്സിമൈസ് ചെയ്യുക, മിനിമൈസ് ചെയ്താൽ മതി. കാരണം എന്താ, റൂട്ടിനുള്ളിലുള്ളത് മാക്സിമം ആണെങ്കിൽ റൂട്ടും മാക്സിമം ആയിരിക്കും. അപ്പോൾ x² + y² മാക്സിമം മിനിമം ആവുന്നത് തന്നെയായിരിക്കും. റൂട്ടിൻ്റെ കാര്യം അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ x² + y² എടുത്താൽ മതി തൽക്കാലം. അതാണ് ലെറ്റ് f(x, y) x² + y². ഇതിനെ മാക്സിമൈസ് ചെയ്യുന്നത് നോക്കിയാൽ മതി.
അപ്പോൾ ആക്ച്വൽ ആൻസർ അതായിരിക്കും, അതിൻ്റെ റൂട്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിനെ മിനിമൈസ് ചെയ്യുന്നത് നോക്കിയാൽ മതി. അപ്പോൾ മിനിമം ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ടായിരിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എളുപ്പത്തിന് ഈ റൂട്ട് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് റൂട്ട് ഒഴിവാക്കിയിട്ട് എഴുതുക. അങ്ങനെ എഫ് ഓഫ് എക്സ് വൈ എടുക്കണം, അതാണ് ഇവിടെ പറഞ്ഞത്. ലെറ്റ് ദെർഫോർ ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ. എന്താണ് പ്രോബ്ലം? അപ്പം ഇതിനെ മാക്സിമൈസ് ചെയ്യാൻ പോകുക നമ്മൾ. മിനിമം പിന്നെ എടുക്കാം. മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സബ്ജക്റ്റ് ടു എന്തായിരിക്കണം? കണ്ടീഷൻ എന്താ? ഇതിൻ്റെ മുകളിലെ പോയിൻ്റ് ആയിരിക്കണം. അതാണ് ഈ കണ്ടീഷൻ, ഈക്വാലിറ്റി കണ്ടീഷൻ എന്താണ്ടോ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3 ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ, ഇതാണ് കൺസ്ട്രെയിൻറ്റ്. ഈക്വാലിറ്റി, ഒരു ഈക്വാലിറ്റി കൺസ്ട്രെയിൻ്റേ ഉള്ളൂ, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ എളുപ്പമാണ്. നമ്മൾ സാധാരണ പോലെ എൽ എഴുതും. സ്റ്റെപ്പ് 1 എൽ എക്സും വൈയും ഉണ്ട്, പിന്നെ മ്യൂ എക്സ്ട്രാ. അപ്പോൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് മ്യൂ ഇൻറ്റു ഇത് ഈ മൈനസ് 3 കൂടെ എടുത്ത് എഴുതാം. ഇതാണ് എൽ. അപ്പോൾ ഡോ എൽ ബൈ ഡോ എക്സ്, ഡോ എൽ ബൈ ഡോ വൈ, ഡോ എൽ ബൈ ഡോ മ്യൂ കാണുക. 3 ഇക്വേഷൻ ഇടാം. ഓക്കെ, ഇതൊക്കെ ചെയ്ത് വളരെ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഇതൊക്കെ ഡെറിവേറ്റീവ് കാണുന്നത് നിങ്ങൾക്ക് അറിയണം. ഇനി ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ 2x ഒരു സൈഡിൽ നിർത്തിയാൽ മ്യൂ 2 മ്യൂ എക്സും അതുപോലെ മ്യൂ വൈ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 2x ഈക്വൽ ടു മ്യൂ പുറമെ എടുത്തു, മ്യൂ ഇൻറ്റു 2x പ്ലസ് വൈ എന്നെടുത്തു. അപ്പോൾ മ്യൂ എന്ത് കിട്ടി? ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തു, 2x ബൈ 2x പ്ലസ് വൈ. ഇത് ആദ്യത്തെ ഇക്വേഷന് കിട്ടുന്ന മ്യൂവിൻ്റെ വിലയാണ്. രണ്ടാമത്തെ ഇക്വേഷൻ ഇങ്ങനെ മ്യൂ കണ്ടുപിടിക്കുക. 2 മ്യൂ ഒരു സൈഡ് നിർത്തുക, ബാക്കിയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. 2 മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ മൈനസ് മ്യൂ എക്സ് അപ്പുറം പ്ലസ് മ്യൂ എക്സ് മൈനസ് 2 മ്യൂ പ്ലസ് 2 മ്യൂ വൈ ആവും. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് മ്യൂ പുറമെ എടുക്കും. അപ്പോൾ 2y ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എക്സ് പ്ലസ് 2y ആവും. അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു 2y ബൈ എക്സ് പ്ലസ് 2y. ഇത് രണ്ടും മ്യൂ ആണ്. ഇവിടെ കിട്ടിയ മ്യൂ ഇവിടെ കിട്ടിയ മ്യൂ ഒന്നിന്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ രണ്ട് ഈക്വലാക്കി എഴുതി. 2x ബൈ 2x പ്ലസ് വൈ ഇസ് ഈക്വൽ 2y ബൈ എക്സ് പ്ലസ് 2y. പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഈക്വലായി. അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനുള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x സ്ക്വയർ, ഇവിടെ 4xy, ഇവിടെ 4xy, ഇവിടെ 2y സ്ക്വയർ ആവും. ഈ 4xy 4xy ക്യാൻസൽ ആവും. അപ്പോൾ 2x സ്ക്വയർ ഈക്വൽ ടു 2y സ്ക്വയർ ആവും. അപ്പോൾ 2ഉം ക്യാൻസൽ ചെയ്താൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ ആവും. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണെങ്കിൽ വൈൻ്റെ വില റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സും മൈനസ് എക്സും ആയിരിക്കും. വൈ എക്സും ആവാം മൈനസ് എക്സും ആവാം. ഓക്കെ, അപ്പോൾ വൈ എക്സ് ആവുന്ന കേസിൽ എന്താണ് പിന്നെ കിട്ടുക എന്ന് നോക്കുക. വൈ മൈനസ് എക്സ് ആവുന്ന കേസിൽ എന്ത് കിട്ടും? ആ രീതിയിൽ സോൾവ് ചെയ്യാം. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് എന്നുള്ളത് 3ൽ കൊടുക്കുകയാണ്. 3ൽ വൈ കാണുന്നിടത്ത് എക്സ് കൊടുത്തു വെക്കുക. ഒരു കേസ് 3ൽ വൈ കാണുന്നിടത്ത് എക്സ് കൊടുക്കുക. ഈ മൈനസിൻ്റെ ആവശ്യമില്ല എന്നല്ലേ, 0 അല്ല. അപ്പോൾ മൈനസ് ഇട്ടില്ലെങ്കിൽ 0 ആവും. അങ്ങനെ കൊടുത്തിട്ട് വൈ, അപ്പോൾ എക്സ് മാത്രമാക്കി മാറ്റും. വൈ കാണുന്നിടത്ത് എക്സ് കൊടുത്തിട്ട് സോൾവ് ചെയ്താൽ എക്സിൻ്റെ വില കിട്ടും. അതുപോലെ വൈ കാണുന്നതിൽ മൈനസ് എക്സ് കൊടുത്ത് വേറെ രീതിയിൽ സോൾവ് ചെയ്താൽ അങ്ങനെ അവിടെയും എക്സിൻ്റെ വില കിട്ടും. അങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ 3ൽ വൈ ഈക്വൽ ടു എക്സ് കൊടുത്തു. അപ്പോൾ 3 എന്ന് പറഞ്ഞ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു എക്സ്, ഈ വൈക്ക് എക്സ് കൊടുത്തു. പിന്നെ വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ആയി, മൈനസ് 3 ഈക്വൽ ടു 0 ആയി. അപ്പോൾ മൊത്തത്തിൽ 3x സ്ക്വയർ ആയി. അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് പോയാൽ 3x സ്ക്വയർ ഈക്വൽ ടു 3. അപ്പോൾ എക്സ് സ്ക്വയർ 1 ആയി, എക്സ് 1ഉം മൈനസ് 1 ആയി. അപ്പോൾ വൈ എന്താ? എക്സ് തന്നെയാണ്. അപ്പോൾ വൈയും 1ഉം മൈനസ് 1 ആയി. അപ്പോൾ എക്സ് വൈ എന്തായി? 1 1 മൈനസ് 1 മൈനസ് 1 ആയി. ഇങ്ങനെ ഒരു എക്സ് വൈ കിട്ടി, 2 എണ്ണം കിട്ടി. ഇനി ഇതേപോലെ വൈ ഈക്വൽ ടു മൈനസ് എക്സ് എന്നുള്ളത് 3ൽ കൊടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് മൈനസ് എക്സ് കൊടുത്തു. പിന്നെ മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 3 ഈക്വൽ ടു 0 ആയി. അപ്പോൾ ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ആയി. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പോയി. ഇവിടെ എക്സ് സ്ക്വയർ മാത്രമാവും. എക്സ് സ്ക്വയർ ഈക്വൽ ടു 3 ആവും. അപ്പോൾ എക്സിൻ്റെ വില √3ഉം മൈനസ് √3 ആവും. പക്ഷേ വൈൻ്റെ വില നേരെ നെഗറ്റീവ് ആയിരിക്കണം. എക്സ് √3 ആകുമ്പോൾ വൈ എന്തായിരിക്കണം? മൈനസ് √3 ആയിരിക്കണം. മൈനസ് എക്സ് അല്ലേ. അപ്പോൾ എക്സ് √3 ആകുമ്പോൾ വൈ മൈനസ് √3, എക്സ് മൈനസ് √3 ആകുമ്പോൾ വൈ അതിൻ്റെ നെഗറ്റീവ് √3. വീണ്ടും 2 പോയിൻറ്റ്സ്. ഇങ്ങനെ 4 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. 1 കിട്ടി, -1 കിട്ടി, √3 മൈനസ് √3 കിട്ടി, മൈനസ് √3 കിട്ടി. ഇങ്ങനെ 4 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. സ്റ്റെപ്പ് 3ലേക്ക് പോവാണ്. നമുക്കിത് കിട്ടിയ 4 പോയിൻറ്റ്സ്, ഒന്ന് 1 1 ആണ്, ഒന്ന് -1 ആണ്, ഒന്ന് √3 മൈനസ് √3, പിന്നെ മൈനസ് √3. ഇതൊക്കെ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ കൊടുത്തു വെക്കുക. അപ്പോൾ 2 2 6 6 6. അപ്പോൾ മിനിമം 2 ആണ്, മാക്സിമം 6 ആണ്. അപ്പോൾ മിനിമം ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണ്? മിനിമം ഉണ്ടാകുന്നത് 1 1ലും -1 -1 മാക്സിമം ഉണ്ടാകുന്നത് √3 മൈനസ് √3ലും -√3 ഈ മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ല, ശരിക്കും റൂട്ട് എടുക്കണം. അപ്പോൾ മാക്സിമം √6 ആയിരിക്കും, മിനിമം √2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്. വീണ്ടും നമുക്ക് ഇതേപോലെ വേറൊരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ.
ദാറ്റ് ക്ലോസസ്റ്റ് ടു ദ പോയിൻ്റ് 2, 1. 2, 1 എന്ന് പറഞ്ഞ പോയിൻ്റ് അടുത്ത് വരുന്ന പരാബോളയിലെ പോയിൻ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ നോക്കേണ്ടത് 2, 1 എന്ന് പറഞ്ഞ പോയിൻ്റ് നമുക്ക് അടയാളപ്പെടുത്താം. ഈ ആക്സിസ് വരച്ചിട്ട് 2 യൂണിറ്റ് എക്സ് ആക്സിൽ 1 യൂണിറ്റ് വൈ ആക്സിൽ എടുത്താൽ 2, 1 ഇവിടെ ആയിരിക്കും. പരാബോള y=x² ഇങ്ങനെയാണ് വരിക. അപ്പോൾ പരാബോളയിൽ ഏതോ ഒരു എക്സ് വൈയിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് ഇതാണ് മിനിമം. അല്ലാണ്ട് ഇങ്ങോട്ടൊക്കെ വരച്ചാൽ ദൂരം കൂടെ. ഈ ഡിസ്റ്റൻസ് എഴുതിയിട്ട് അത് മിനിമൈസ് ചെയ്യണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് കാണാം? √(x-2² + y-1² ആണ്. പക്ഷേ റൂട്ടുള്ളതുകൊണ്ട് നമ്മൾ f(x) റൂട്ട് എടുക്കരുത്, റൂട്ട് ഒഴിവാക്കി എടുക്കുക. അപ്പോൾ f(x) എന്തെടുക്കും? x-2² + y-2² എടുക്കും. ഇതാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത്. മിനിമ പറഞ്ഞാൽ ഷോർട്ടസ്റ്റ്. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ പരാബോള ദാറ്റ് ക്ലോസസ്റ്റ് ടു ദ പോയിന്റ്. അടുത്ത് വരുന്നത് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മിനിമായിരിക്കും. അപ്പോൾ പ്രോബ്ലം മിനിമൈസ് ചെയ്യാനുള്ള പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കിയാൽ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പം പ്രോബ്ലം ഈസ് ടു മിനിമൈസ് f(x-y) ആണ് സബ്ജക്റ്റ് ടു y=x². ഇത് പരാബോള ഈ കണ്ടീഷൻ തന്നിട്ട് ഒരു ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ പോലെ L എടുക്കുന്നത് അത് f(x-y) എടുത്തു -μ ഇത് y-x² എന്നെടുത്താൽ മതി. എന്നിട്ട് ∂L/∂x, ∂L/∂y, ∂L/μ എന്ന് പറഞ്ഞ രീതിയിൽ 3 ഇക്വേഷൻസ് എഴുതി. ഇനി ഫ്രം സെക്കൻഡ് ഇക്വേഷൻ μ എന്ന് പറഞ്ഞാൽ 2 × y-1 ആയിരിക്കും. μ ഇപ്പുറത്തേക്ക് എടുത്താൽ μ = 2 × y-1 ആയിരിക്കും. അത് 1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന് പകരം μ പകരം 1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × x-2 + 2μx അല്ലേ. അപ്പോൾ μന് പകരം നമ്മളത് കൊടുക്കും +2 × y-1 കൊടുക്കും. μൻ്റെ ഇവിടെ കിട്ടിയ ആൻസർ x=0 ആയി. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ 2x - 4 + 4y x - 4x = 0 ആയി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 4xy -2x - 4x -2x ആയിരിക്കും. -2x - 4 0 ആണ്. ഇനി മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് y=x² ആണ്. മൂന്നാമത്തെ ഇക്വേഷൻ y=x² കിട്ടും. അത് ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 4x × y-ക്ക് വരെ x² കൊടുക്കും -2x - 4. അപ്പോൾ 2x³ 2 ക്യാൻസൽ ചെയ്യും. അല്ല 2 ക്യാൻസൽ ചെയ്താൽ 2x³ -x - 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും മൊത്തത്തിൽ =0 എന്ന്. ഒരു ക്യൂബിക് ഇക്വേഷനായി. അത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വില കിട്ടിയാൽ പിന്നെ വൈൻ്റെ വില കിട്ടും. y(x²) മനസ്സിലായി. അങ്ങനെയാണ് എക്സും വൈയും കിട്ടും. മ്യൂവിൻ്റെ പിന്നെ പ്രശ്നമല്ല, വൈ കിട്ടിയാൽ മ്യൂവും കിട്ടും. മ്യൂ ആവശ്യമില്ല നമുക്ക് ശരിക്കും. മ്യൂവിൻ്റെ വില വെറുതെ കാണാം. എക്സും വൈയും കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് 3 വില എക്സിന് കിട്ടും, കാരണം ക്യൂബിക് ഇക്വേഷനാണ്. അപ്പോൾ 3 വില കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് 3 വില വൈക്കും കിട്ടും. ശരിയല്ലേ? അപ്പോൾ 3 പോയിൻ്റെങ്കിലും ഉണ്ടാവും ഇതിന്. ഓക്കെ, അപ്പോൾ അത് നോക്കാം നമുക്ക്. അപ്പോൾ ആ രീതിയിൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നത് ഇതാണ് ഈ ഇക്വേഷൻ. 2x³ - x - 2 = 0 ആയി. അവിടെ നിന്നാണ് നമ്മൾ എക്സ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഈ 2x³ - x - 2 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഏത് എക്സിനാണ് 0 ആവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വാല്യൂസ് കൊടുത്തു നോക്കുക. 1 കൊടുത്തു നോക്കുക 0 ആവുമെന്ന്, 2 കൊടുത്തു നോക്കുക 0, അങ്ങനെ കൊടുത്തു നോക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ 1 കൊടുത്താൽ 2 × 1³ - 1 - 2 അല്ലേ. അപ്പോൾ 2 - 1 - 2 എന്ന് വരും. അപ്പോൾ നെഗറ്റീവ് നമ്പറായിരിക്കും. ഇനി എക്സിന് 2 കൊടുത്താൽ അത് പോസിറ്റീവ് ആവും. അപ്പോൾ 1ന് കൊടുക്കുമ്പോൾ നെഗറ്റീവും മൊത്തം വാല്യൂ നെഗറ്റീവും, 2 കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആകുന്ന അങ്ങനെ ചേഞ്ച് വരിക സൈനിന്. അപ്പോൾ അതിനിടയിലായിരിക്കും അതിൻ്റെ റൂട്ട് എന്ന് മനസ്സിലാവും, 1നും 2നും ഇടയിൽ. പക്ഷെ അങ്ങനെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 1.16നും 1.17ൻ്റെ ഇടയിലാണ് നമുക്ക് മനസ്സിലാവും. കാരണം 1.16 കൊടുത്താൽ നമുക്കിത് നെഗറ്റീവായിരിക്കും, 1.17 കൊടുത്താൽ അത് പോസിറ്റീവായിരിക്കും. അപ്പോൾ നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് അതിനിടയിൽ ഒരു 0 ഉണ്ടാവില്ല. അപ്പോൾ 0 ആവുന്നതല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ 0 ആവുന്നത് 1.16 ആവും നെഗറ്റീവാണ്, 1.17 ആകുമ്പോഴേക്കും അത് പോസിറ്റീവായി. അപ്പോൾ അതിനിടയിൽ നെഗറ്റീവും പോസിറ്റീവും ഇടയിലല്ലേ 0 വരുന്നത്. അപ്പോൾ ആ റൂട്ട് 0 ആവുന്നതല്ലേ റൂട്ട്. അപ്പോൾ 1.16നും 1.17 ഇടയിലായിരിക്കും റൂട്ട്. അപ്പോൾ അങ്ങനെ എടുക്കും, അതിൻ്റെ ഇടയിലുള്ള പകുതി ആവറേജ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആവറേജ് എടുക്കുന്നത്. അപ്പോൾ 1.165 എന്ന രൂപത്തിൽ അപ്രോക്സിമേറ്റ്ലി ഒരു വാല്യൂ മാത്രമേ കിട്ടും എക്സിന്, അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വൈ എന്തായിരിക്കും? x², അതിൻ്റെ സ്ക്വയർ അതും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻറ്റ്, ഈ പോയിൻറ്റ്.
ഇവിടെയാണ് അത് മിനിമം കിട്ടുന്ന പോയിൻറ്റ്. മനസ്സിലായി? ഈ പോയിൻ്റിലാണ് മിനിമം കിട്ടുക നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഏത് പോയിൻ്റാണെന്നാണ് ചോദിച്ചത്, ഏത് പോയിൻറ്റിലേക്കാണ് മിനിമം ഉള്ളത്. അപ്പോൾ ഈ പോയിൻറ്റിലേക്കാണ്, പരാബോളയിലെ ഈ പോയിൻറ്റിലേക്കാണ് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് മിനിമം ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞില്ല, പോയിൻ്റാണ് കാണാൻ പറഞ്ഞു. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത് ഏത് പോയിൻ്റാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പോയിൻ്റ് ഓൺ ദ പരാബോള എന്നേ പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ പോയിൻ്റ് കണ്ടുപിടിച്ച് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മിനിമം ഡിസ്റ്റൻസ് കിട്ടും. ആ ഡിസ്റ്റൻസിലേ റൂട്ട് ഓഫ് എക്സ് മൈനസ് ഹോൾ സ്ക്വയർ ആ ഡിസ്റ്റൻസിൽ കൊടുത്തിട്ട് റൂട്ട് എടുത്താൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, പോയിൻ്റ് ചോദിച്ചിട്ടു. ഫൈൻഡ് ദ പോയിൻ്റ് ഓൺ ദ പരാബോള എന്ന് ചോദിച്ചിട്ടു. അപ്പോൾ എക്സ് ഇതും വൈ അതിൻ്റെ സ്ക്വയറാണ് ഈ പോയിൻ്റ്, പരാബോളയിലെ പോയിൻ്റാണ്. അവിടെയാണ് നമുക്ക് ആ 2,1 എന്ന് പറഞ്ഞ പോയിൻ്റിൽ നിന്ന് ഡിസ്റ്റൻസ് ഏറ്റവും കുറവ് പരാബോളയിലേക്ക് എന്ന് മനസ്സിലാവും. പക്ഷേ ഇവിടെ സോൾവ് ചെയ്യാനുള്ളൊരു പ്രയാസം ഇതിലുണ്ട്. അത് ഇങ്ങനെ തന്നെ ഈ പ്രോബ്ലം വന്നാൽ ഇങ്ങനെ തന്നെ മനസ്സിൽ നിങ്ങൾ പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. അല്ലാതെ അന്നേരം നിങ്ങൾക്ക് ഈ 1.16 കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. ഓക്കെ, വീണ്ടും നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അടുത്ത പ്രോബ്ലത്തിൽ 2 കൺസ്ട്രെയിൻസ് ഉണ്ട്, ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് നമുക്ക് 2 ഉണ്ട്. പ്രോബ്ലം ഇതാണ്: മാക്സിമൈസ് എക്സ് വൈ സെഡ്, 3 വേരിയബിൾ ഉണ്ട്, എക്സും വൈയും സെഡും ഉണ്ട്, സബ്ജക്റ്റ് ടു 2 കൺസ്ട്രെയിൻസ്. ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആവുന്നേ ഉള്ളൂ. ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് വരുമ്പോൾ നമുക്കറിയാം സ്റ്റെപ്പ് 1 എന്താ, എല്ലാം എങ്ങനെ എഴുതുക? എക്സ് വൈ സെഡ് മൈനസ് ആയിരിക്കണം, മൈനസ് μ1 ഇൻറ്റു ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -1 മൈനസ് μ2 ഇൻറ്റു എക്സ് പ്ലസ് സെഡ് -1. ഇതാണ് എൽ. അപ്പം എന്തൊക്കെ ഉണ്ടാക്കണം? ഡോയൽ ബൈ ഡോ എക്സ്, ഡോയൽ ബൈ ഡോ വൈ, ഡോയൽ ബൈ ഡോ സെഡ്, ഡോയൽ ബൈ ഡോ μ1, ഡോയൽ ബൈ ഡോ μ2, ഇങ്ങനെ 5 ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ആ 5 ഇക്വേഷൻസ് ഈക്വൽ ടു 0 എന്ന് എഴുതി ഈ 5 ഇക്വേഷൻസിൽ നിന്നാണ് നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സും വൈയും സെഡും കിട്ടണം. അവിടെ മനസ്സിലായി? 3 എണ്ണം സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് അങ്ങനെ ഏത് 3 വാല്യൂസിനാണ് ഈ തന്നുള്ള എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മാക്സിമം ആവുന്നത് എന്നുള്ളതാണ് പ്രോബ്ലമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 5 ഇക്വേഷൻ എഴുതുക കൃത്യമായിട്ട്. അത് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുത്തൊക്കെ ശ്രദ്ധിക്കണം. ഡെറിവേറ്റീവ് എടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അത് പഠിക്കുക തന്നെ വേണം, തെറ്റിപ്പോകാൻ പാടില്ല. സൈഡിലൊക്കെ എഴുതിയിട്ട് കറക്റ്റ് ആൻസർ ആകുമ്പോൾ ഇവിടെ എഴുതിയാൽ മതി. അല്ലാതെ മനസ്സിലൊന്നും കണക്കിട്ടാൽ നിൽക്കണ്ട. ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും, ഞാൻ ചെയ്ത് വെച്ചുകൊണ്ട്. പക്ഷേ നിങ്ങളെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഓരോ പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ട് ഈ 5 കൺസ്ട്രെയിൻസ് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 മാർക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ തന്നെ കിട്ടും, സോൾവ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അത് പാർഷ്യലായിട്ട് മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. എല്ലാം എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ 3 തന്നെ തരും. ഇതുകൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മാർക്ക് കൂടി 4 മാർക്കായി. പിന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാർക്കായി. എന്തായാലും ഒരു 4 മാർക്ക് കിട്ടാൻ സ്കോപ്പ് ഉണ്ട് നിങ്ങൾക്ക്. ഇത്ര എഴുതാനൊന്നും പ്രയാസമില്ലല്ലോ, ഇത്ര എഴുതാനൊന്നും അറിയണ്ട. സോൾവ് ചെയ്യുന്ന പക്ഷേ നമുക്ക് ടെക്നിക്കൊക്കെ അറിയേണ്ടി വരും. അപ്പോൾ ഓരോ പ്രോബ്ലത്തിനും ഓരോ രീതിയിലായിരിക്കും സോൾവ് ചെയ്യുക. എന്തായാലും ഇവിടെ ഫ്രം ദ സെക്കൻഡ് ഇക്വേഷൻ μ1 കിട്ടും നമുക്ക്, ആ എക്സ് സെഡ് ബൈ 2y എന്നായിരിക്കും. അതുപോലെ തേർഡ് ഇക്വേഷൻ μ2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് വൈ ആയിരിക്കും. μ1 μ2 നമുക്ക് സെക്കൻഡിൽ നിന്നും തേർഡിൽ നിന്നും കിട്ടും. അപ്പോൾ ഇത് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. μ1 μ2 പകരം 1ൽ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ 2 ക്യാൻസൽ ചെയ്യും. ഡിനോമിനേറ്ററിൽ വൈ ഉണ്ട്, ആ ഒഴിവാക്കാൻ വേണ്ടി മൊത്തത്തിൽ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ വൈ സ്ക്വയർ സെറ്റ് മൈനസ് എക്സ് സ്ക്വയർ സെറ്റ് മൈനസ് എക്സ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന രൂപത്തിലൊരു ഇക്വേഷൻ ആവും. അതൊരു പുതിയ ഇക്വേഷൻ നമ്പർ 6 കൊടുക്കുക. ഇനി ഫ്രം 4 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -1 0 കിട്ടും അവിടെ. അപ്പോൾ അതുകൊണ്ട് വൈ സ്ക്വയറിന് പകരം 1 മൈനസ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഇവിടെ. അതുപോലെ എക്സ് പ്ലസ് സെറ്റ് ഈക്വൽ ടു 1 ആണ് 5ൽ. അപ്പോൾ സെറ്റിന് പകരം 1 മൈനസ് എക്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെ വൈ സ്ക്വയർ കാണുന്നിടത്ത് 1 മൈനസ് എക്സ് സ്ക്വയർ, സെറ്റ് കാണുന്നിടത്ത് 1 മൈനസ് എക്സ് കൂടെ കൊടുത്താൽ എക്സ് മാത്രമാക്കി ഈ 6 എന്ന് പറഞ്ഞ ഇക്വേഷൻ എക്സ് മാത്രമായിട്ട് മാറും. അങ്ങനെ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വൈ സ്ക്വയറും സെറ്റും ഈ റിലേഷൻ വെച്ചിട്ട് വൈയും സെറ്റും കണ്ടുപിടിക്കും. ഇതാണ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ വൈ സ്ക്വയറിന് 1 മൈനസ് എക്സ് സ്ക്വയറും സെറ്റ് കാണുന്നിടത്ത് 1 മൈനസ് എക്സും കൊടുത്ത് 6 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇങ്ങനെയാക്കി മാറ്റും. എക്സ് മാത്രമുള്ള ഇക്വേഷനാക്കി മാറ്റും. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇവിടെ 1 മൈനസ് എക്സ് ഉണ്ട്, ഈ ടേമിൽ ഇവിടെയും 1 മൈനസ് എക്സ് ഉണ്ട്. പക്ഷേ ഇവിടെ 1 മൈനസ് എക്സ് ഇല്ല. പക്ഷേ ഈ 1 മൈനസ് എക്സ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും, കാരണം ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി, അതായത് 1 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഇതിനെ മാറ്റി എഴുതും. അപ്പോൾ ഇവിടെ ഈ 1 മൈനസ് എക്സ് കോമൺ ആയിട്ട് കിട്ടും. ഇവിടെ 1 മൈനസ് എക്സ് ഓൾറെഡി ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ 3 എണ്ണത്തിൽ 1 മൈനസ് എക്സ് ഉള്ളതുകൊണ്ട് അത് പുറമെടുത്ത് ബാക്കിയുള്ള ഭാഗം 1 മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, 1 പ്ലസ് എക്സ് 0 എന്ന്.
അപ്പോൾ വീണ്ടും ഈ ബ്രാക്കറ്റിനുള്ളിൽ സിംപ്ലിഫൈ ആണ്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ 1 മൈനസ് എക്സ് സ്ക്വയർ വീണ്ടും മൈനസ് എക്സ് സ്ക്വയർ എന്നാവും. മൊത്തത്തിൽ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 3x² ഒരു മൈനസ് എക്സ് ഒരു 1 ഉണ്ടാവും, ഇക്കോട്ട് 0 എന്നാവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് 1 മൈനസ് എക്സും ഇതും രണ്ട് പ്രോഡക്റ്റ് 0 ആകുമ്പോൾ ഒന്നുകിൽ ഇത് 0 ആണ് അല്ലെങ്കിൽ ഇത് 0 ആണ്. അത് 1 മൈനസ് എക്സ് 0 ആവണം, അല്ലെങ്കിൽ 1 മൈനസ് എക്സ് മൈനസ് 3x² 0 ആവണം. ഓക്കെ, അപ്പോൾ ഈ 1 മൈനസ് എക്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ എക്സ് 1 ആവണം. അല്ലെങ്കിൽ മറ്റേതെന്താണ്, മൈനസ് കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ 3x² പ്ലസ് എക്സ് മൈനസ് 1 0 ആവണം. രണ്ട് കേസാണ് വരുന്നത്. അപ്പോൾ എക്സ് 1 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവുമെന്ന് പറഞ്ഞാൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക x = മൈനസ് b പ്ലസ് 1 മൈനസ് റൂട്ട് b² 4ac/2a എന്നുള്ള ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു റൂട്ട് -1 പ്ലസ് റൂട്ട് 13/6, മറ്റത് -1 മൈനസ് റൂട്ട് 13/6 എന്ന രീതിയിൽ 3 വാല്യൂ എക്സിന് കിട്ടും. x1 കിട്ടും, എക്സ് ഇത് കിട്ടും, ഇത് കിട്ടും. ഈ റൂട്ട് 13 3.61 ആണ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ 0.4343 മൈനസ് 0.7676 കിട്ടും. എന്ന് പറഞ്ഞാൽ 3 വാല്യൂസ് ഇതൊക്കെയാണ്. 1 ഉണ്ട്, 0.4343 ഉണ്ട്, മൈനസ് 0.7676 ഉണ്ട്. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ y² 1 മൈനസ് x², y 0 ആയി, z 1 മൈനസ് x, z 0 ആയി. അപ്പോൾ ഒരു 3 വാല്യൂസ് ഇതാ 1 0 0. അതുപോലെ എക്സ് 0.4343 എടുക്കും, y² 1 മൈനസ് അതിൻ്റെ സ്ക്വയർ, y² 2 വില 0.9008 റൂട്ട് എടുക്കല്ലേ, അപ്പോൾ 2 വില കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് സെഡിന് പക്ഷേ ഒരു വില കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു പോയിൻ്റ്, ഇതും വേറൊരു പോയിൻ്റ്, അങ്ങനെ 2 പോയിൻ്റ് അവിടെ നിന്ന് കിട്ടി. അതുപോലെ എക്സ് മൈനസ് 0.7676 y² അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് എടുക്കല്ലോ, അപ്പോൾ 2 വില കിട്ടും. പക്ഷേ സെഡിന് ഒരു വില കിട്ടും, അത് 1.7676 ആയിരിക്കും എക്സിന് ഇത് കൊടുത്താൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതും അതൊരു പോയിൻ്റ്, ഇതും രണ്ടാമത്തെ വാല്യൂ ഇതും, അങ്ങനെ മൊത്തത്തിലിപ്പം നമുക്ക് ഇവിടുന്ന് 2 കിട്ടി, ഇവിടുന്ന് 2 കിട്ടി, 5 പോയിൻറ്റ്സ് വരും. ഈ 5 പോയിൻറ്റ്സിൽ നമ്മൾ f(x, y) അതായത് x y കാണും. 1 0 0 കണ്ടത് 0 ആയിപ്പോയി, അടുത്തേൽ കാണും, ഇങ്ങനെ എല്ലാ വാല്യൂവും കാണും. അതിൽ മാക്സിമം ഏതാണ്, ഇതാണ് മാക്സിമം ഇതാണ്. അപ്പോൾ മാക്സിമം വരുന്ന പോയിൻ്റ് ഇതാണ്, മാക്സിമം ഈ പോയിൻ്റാണ് വരിക എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എന്താണ് പ്രോബ്ലം. മാക്സിമൈസേഷൻ പ്രോബ്ലം ആയാലും മിനിമൈസേഷൻ പ്രോബ്ലം ആയാലും നമുക്ക് അവിടെ കൺസ്ട്രെയിൻസിൻ്റെ പ്രത്യേകത, ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് മാത്രമേ ഉള്ളെങ്കിൽ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ -μ1 -μ2 എന്നൊക്കെ എടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ L കൺസ്ട്രക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ.